അങ്ങനെ പൊന്നിൽ മുത്തമിട്ടിരിക്കുന്നു നമ്മുടെ പെൺപട. സന്തോഷകരമായൊരു പ്രഭാതമാണ് ഈ നമ്മുടെ പെൺപുലികൾ നമുക്ക് സമ്മാനിച്ചത്. ഏകദിന ലോകകപ്പ് കിരീടമുയർത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു അവർ. ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പെൺപുലികൾ ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിഞ്ഞു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തകർത്താണ് ഇന്ത്യ ചരിത്രം എഴുതിയത്. 5 വിക്കറ്റും അർദ്ധ സെഞ്ചുറിയും നേടിയ ദീപ്തി ശർമ്മയും 87 റൺസെടുത്ത ഷെഫാലി വർമ്മയുമാണ് വിജയശില്പികൾ. ഗംഭീരമായ പ്രകടനമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്, പട്ടേൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ ഹംസ, അക്ഷരാർത്ഥത്തിൽ ഈ പുരുഷ ക്രിക്കറ്റിൽ അഭിനമിച്ചിരുന്നവർക്ക് ഇത് കാലം കാത്തുവെച്ച മറുപടിയാണ്. ഇതാ ആ ആവേശം ഒട്ടും ചോരാതെ മറ്റൊരു ലോകകപ്പിൽ ഇന്ത്യ മുത്തമിട്ടിരിക്കുന്നു. ആദ്യ വനിതാ കിരീടം ചൂടിയിരിക്കുകയാണ് ഇന്ത്യ. മിന്നുന്ന പ്രകടനമായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെയുള്ള പ്രകടനം അവിടെ അത് മാസ്മരികമാണെന്ന് നമ്മൾ കരുതിയെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പിന്നീട് കൈവിട്ടു പോകുമെന്ന് തോന്നിയെങ്കിലും തിരിച്ചുപിടിച്ച ആ മത്സരം എത്രമാത്രം ആവേശകരമായിരുന്നു ഫൈസൽ ഹംസ. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മത്സരം കണ്ടു എന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു ആവേശമെല്ലാം ഉണ്ടായിരുന്നു. കാരണം 50ലേറെ വർഷത്തെ ചരിത്രമുണ്ട് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്. പക്ഷേ ഇന്ത്യക്ക് ഒരു കിരീടം ഇതുവരെ ഇല്ലായിരുന്നു. ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ടീമുകളിൽ ഒന്നാണ് ഇന്ത്യ. അത് പുരുഷ വിഭാഗത്തിലായാലും വനിതാ വിഭാഗത്തിലായാലും. പക്ഷേ കഴിഞ്ഞ 2 തവണ ഫൈനലിലെത്തിയപ്പോഴും ഇന്ത്യൻ ടീമിന് ആ സ്വപ്ന നേട്ടം, സുവർണ്ണ നേട്ടം സ്വന്തമാക്കാനായിരുന്നില്ല. ആ കപ്പിനും ചുണ്ടിനുമിടയിൽ ഇന്ത്യക്ക് അവസരം നഷ്ടമാവുകയായിരുന്നു. പക്ഷേ ഇന്നലെ കണ്ടത് ആദ്യ പന്ത് മുതൽ തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയികളുടെ ഒരു ശരീരഭാഷയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യ വിക്കറ്റിൽ തന്നെ കുറിച്ച 100 റൺസിൻ്റെ പാർട്ണർഷിപ്പ് തന്നെയാണ്. ഷെഫാലി വർമ്മയും സ്മൃതി മന്ദാനയും കുറിച്ച 106 റൺസിൻ്റെ പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ നെടുന്തൂണായത് എന്ന് പറയേണ്ടി വരും. ഷെഫാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പകരക്കാരിയായിട്ടാണ് അവർ ടീമിലേക്ക് എത്തുന്നത്. ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ഓപ്പണറായിരുന്ന പ്രതിക റാവലിന് പരിക്കേൽക്കുന്നു. അതിന് പിന്നാലെയാണ് ഷെഫാലിയെ ടീമിലെടുക്കുന്നത്. സെമി ഫൈനലിലേക്കാണ് അവർ ടീമിലെത്തുന്നത്. പക്ഷേ ഫൈനലിൽ ഏറ്റവും നിർണായക മത്സരത്തിൽ ഏറ്റവും നിർണായകമായ ഇന്നിങ്സിലൂടെ 78 പന്തിൽ നിന്ന് 87 റൺസ് എന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്കോർ കുറിക്കുന്നു. ആ ഒരു സ്കോറിൻ്റെ പിൻബലത്തിലാണ് ഇന്ത്യ 298 എന്ന ഏറ്റവും മികച്ച സ്കോർ. ഒരു പക്ഷേ പ്രതിരോധിക്കാവുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു. ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം പിന്തുടർന്ന് ജയിക്കുക അസാധ്യമായ ഒരു സ്കോർ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഷെഫാലി മാത്രമല്ല, സ്മൃതി മന്ദാനയുടെ 45 റൺസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദീപ്തി ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി 52 റൺസ് ഉണ്ടായിരുന്നു. ഒരു കൂട്ടായ പരിശ്രമം ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ബാറ്റെടുത്തവരെല്ലാം അവരുടേതായ സംഭാവനകൾ നൽകി. അത് തന്നെയാണ് മികച്ച സ്കോറിലേക്ക് എത്തിയതും. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയെ കൃത്യമായ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് പ്രതിരോധത്തിലാക്കാനും ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓൾറൗണ്ട് പ്രകടനമാണ് ഷെഫാലിയും ദീപ്തി ശർമ്മയും നടത്തിയത് എന്നുള്ളതാണ്. ഷെഫാലി ഏറ്റവും മികച്ച 2 വിക്കറ്റുകൾ, നിർണായകമായ 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നു എന്നുള്ളതാണ്. ലൗറയുടെ ദക്ഷിണാഫ്രിക്കയുടെ ഓപ്പണർ, അവർ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിയ താരം കൂടിയായിരുന്നു. നിർണായകമായ ആ വിക്കറ്റ് വീഴ്ത്തിയത് ഷെഫാലിയാണ്. മറുവശത്ത് ദീപ്തിയാകട്ടെ 5 വിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ വിജയം ദക്ഷിണാഫ്രിക്കയെ കറക്കി വീഴ്ത്തിക്കൊണ്ട് ഉറപ്പാക്കുന്നത്. 246 റൺസ് എന്ന സ്കോറിൽ ദക്ഷിണാഫ്രിക്ക അവസാനിക്കുന്നു. അതോടുകൂടെ 52 റൺസിൻ്റെ മിന്നുന്ന വിജയത്തോടുകൂടി ഇന്ത്യ കിരീടത്തിൽ മുത്തമിടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓസീസിനെതിരെ വിജയം നേടിയത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. 338 റൺസ് എടുത്ത ഓസീസ് ചരിത്രത്തിൽ 7 തവണ കിരീടം നേടിയിട്ടുള്ള അവരെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു. സെമി ഫൈനലിലെ മിന്നും പ്രകടനം ഇന്ത്യ ഫൈനലിലും ആവർത്തിക്കുന്നു. എന്തായാലും 2 തവണ നഷ്ടപ്പെട്ട കിരീടം ഇന്ത്യ ഇത്തവണ സാധ്യമാക്കിയിരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ, വിജയം ഇന്ത്യക്കാണ്. ഷെഫാലി ഷോയായിരുന്നു. ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരം. ജമീറയുടെ പ്രകടനം നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടതാണ്, ഓസ്ട്രേലിയക്കെതിരെ കണ്ടതാണ്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം ദക്ഷിണാഫ്രിക്കയിലെ ക്യാപ്റ്റനായ ലോറ വോൾവട്ടിൻ്റേത് കൂടിയാണ്. ആ സെഞ്ചുറിയും ഗംഭീരമായിരുന്നു, പാഴായി പോയിരുന്നു എങ്കിൽ പോലും. അപ്പോൾ ഗംഭീരമായ പ്രകടനമാണ് നേവി മുംബൈയിൽ ഇന്നലെ നമ്മൾ കണ്ടത്. ആവേശം ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. ആ ക്യാച്ച് ഉണ്ടല്ലോ, ഹർമനെടുത്ത ക്യാച്ച്, ഗംഭീര കാഴ്ച, പിന്നിലേക്ക് ഓടിയെടുത്ത ക്യാച്ച്, അതോടുകൂടിയാണ് എല്ലാം നിർണായകമായത്. ഗംഭീരമായ പ്രകടനമായിരുന്നു.